ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറയാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. അല്ല, നേരത്തെ പറഞ്ഞത് മകനാണ് ഇവരെ തല്ലിയതെന്നല്ലേ? അതെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹങ്ങൾ പലപ്പോഴും അവസാനിക്കുന്നത് അവർക്കിടയിൽ ഒരു കുഞ്ഞു വരുമ്പോഴാണ്. നിത്യ ഗർഭിണിയാണ്. എനിക്കൊരു ചെറിയ സംശയം തോന്നിയോണ്ടാണ് ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തിയത്. നിത്യ, ഹസ്ബൻഡിനെ വിളിച്ചത് അറിയിക്ക്. എത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെങ്കിലും ഇതൊക്കെ അറിയുമ്പോൾ സന്തോഷിക്കും. ദെൻ കൂടുതൽ തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഇനി നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കിട്ട് ജീവിക്കാൻ നോക്ക്. ഞാൻ കുറച്ച് മരുന്നുകൾ കുറിച്ചിട്ടുണ്ട്. അത് അസുഖത്തിനുള്ളതല്ല, ഈ സമയത്ത് വേണ്ട വൈറ്റമിൻസാ. അതൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ദെൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. താങ്ക് യു ഡോക്ടർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അമ്മേ, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഈ നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടതും. അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണിത്. പക്ഷെ അത് ആരോടെങ്കിലും ഒന്ന് പറയാനോ ഒരു നിമിഷം ഒന്ന് സന്തോഷിക്കാനോ ആവുന്നില്ലല്ലോ നമുക്ക്. ഏതെങ്കിലും വിധത്തിൽ ഈ കാര്യം ജീവൻ അറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. കൊല്ലാൻ തന്നെയായിരിക്കും അവൻ തീരുമാനിക്കും. എന്താ ചെയ്യേണ്ടെന്ന് അമ്മ പറയേ. മോളെ, ഈ ഗതികേടിൽ നിന്നും പുറത്തു വരുന്നതുവരെ ഇതെല്ലാവരുടെയും മുൻപിൽ രഹസ്യമാക്കി തന്നെ വെക്ക. അമ്മേ, ഹരിയോട് പറയണ്ടേ? അതും വേണോന്ന് ആലോചിക്കണം മോളെ. ഹരിയോ അമ്മാവനോ ഇപ്പൊ ഈ കാര്യം അറിഞ്ഞാൽ വഴക്കൊക്കെ മറന്ന് അവര് നിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് മതി ജീവന് സംശയം ഉണ്ടാവാൻ. ഹരിയുടെ കൂടെ നീ ജീവിക്കുന്നത് പൊറുക്കാത്തവനാണവൻ. അപ്പൊ നീ ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞ. അത് മാത്രമല്ല മോളെ, നിനക്കെതിരെ ഒരു കേസ് കൊടുക്കാനുള്ള അവകാശം അവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഈ അവസ്ഥയിൽ കോടതി മുറിയിൽ പോയി നിൽക്കേണ്ടി വരില്ലേ നീ?